അത് മാത്രം കോണ്ടന്റ് ആക്കാൻ നോക്കുക. അങ്ങനെയല്ല കേക്ക്. അതുകൊണ്ട് ആ ഒരു കാർഡ് ഉണ്ടല്ലോ, ആ ഇങ്ങനെ ഇതിലൊരു കോണ്ടന്റ് ഉണ്ടാക്കുന്ന കാർഡ് ഞാൻ വലിച്ചു കയറുക. അതിലാരും കളിക്കുന്നത്. അങ്ങനെ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു. ഒരുപാട് ആൾക്കാർ കാത്തിരുന്നൊരു എപ്പിസോഡാണ്. അതായത് ഷാനവാസിൻ്റെയും നെവിൻ്റെയും വിഷയം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എടുത്തു വെച്ച് ചോദിക്കുമെന്ന് ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഷോയുടെ റെപ്യൂട്ടേഷൻ ഇത് ബാധിക്കും. അത് തന്നെയാണ്, അല്ല വേറെ ഒന്നുമില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം നടന്നൊരു ഇഷ്യൂ നിങ്ങൾക്കറിയാമല്ലോ, ആര്യൻ്റെയും ജിസേലിൻ്റെയും ഒരു ഇഷ്യൂ. ആ ഒരു ഇഷ്യൂവിൽ ലാലേട്ടൻ എന്തുമാത്രമായിരുന്നു പൊട്ടിത്തെറിച്ചത് അനുമോൾക്കെതിരെ. വേണമെങ്കിൽ അവർക്ക് ആ ഫൂട്ടേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എടുത്തു വെച്ച് കാണിക്കായിരുന്നു. പക്ഷെ അവരത് മനഃപൂർവ്വം ചെയ്തില്ല. നൈസായിട്ടെല്ലാം അനുമോളുടെ മണ്ടയിൽ കൊണ്ടുവന്നിട്ടിട്ട് ആ ഒരു കാര്യം അവിടെ അങ്ങ് ക്ലോസ് ചെയ്തു. പക്ഷേ ഇവിടെ നെവിൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. കാര്യം ആ ഷോ കാണുന്ന മിക്ക ആൾക്കാർക്കും അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനകത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിന് തിരിച്ച് നല്ല രീതിയിൽ മറുപടി പറയാനായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു ഷാനവാസ്. കാര്യം ഇന്നലത്തെ മെനഞ്ഞാന്നൊക്കെ ലൈവ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് പുള്ളി റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്, പക്ഷേ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഈ ഒരു ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നു കഴിഞ്ഞാലും ഞാൻ ഇറങ്ങിപ്പോയിരിക്കും. കാര്യം അത്തരത്തിൽ എനിക്കൊരു മോശം അനുഭവം ഈ പറയുന്ന വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ഷാനവാസ് ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ഒന്ന് രണ്ടൂന്ന് ക്ലിപ്പിംഗ് കാണിച്ചു തരാം, ഈ നെവിൻ്റെ ഷാനവാസിൻ്റെ തന്നെ. ഷാനവാസിന്റെ അടുത്ത് നെവിൻ ആപ്പിള് ചോദിക്കുകയാണ്. ആപ്പിള് ചോദിക്കുന്ന സമയത്ത് നെവിൻ അങ്ങ് കയറുകയാണ്. കണ്ടില്ലേ, വയറ്റത്തൊക്കെ പിടിച്ചിട്ട് അവൻ കൈ പിടിച്ച് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഷാനവാസ്. കണ്ടില്ലേ, കൈ പിടിച്ച് മാറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ശരീരത്തെ കയറി പിടിക്കുക, നമ്മളെ കയറി കെട്ടിപ്പിടിക്കുക, അനാവശ്യമായിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരിക, നമ്മളെ തോളെ കയറ്റുകൊണ്ട് കിടക്കുക, ചിലവർക്ക് അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഈ ഒരു കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഷാനവാസിൻ്റെ അടുത്ത് ഈ പുള്ളിക്കാരൻ ഈ ഒരു രീതിയിലായിരുന്നു ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല പലവട്ടം ഷാനവാസ് കൈ പിടിച്ച് മാറ്റുന്നതുകൊണ്ട്. വേറെയും ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മനസ്സിലാവുന്നതാണ്ട് ഷാനവാസിന്റെ അടുത്ത് നെവിൻ ഇരുത്താണ്. കണ്ടില്ലേ, കൈ ഇട്ടിട്ട് തോളെ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടില്ലേ, ഈ രീതിയിലാണ് പുള്ളി എടുത്ത് അവൻ ഇരിക്കുന്നത്. കണ്ടോ, വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും ഈ പറയുന്ന നെവിൻ ഷാനവാസിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ തോളിൽ ചാരി കിടക്കുവാണ്. ഇതൊന്നും പേഴ്സണലി ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. സോ അതുകൊണ്ട് ഇതൊക്കെ എടുത്തു വെച്ച് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നെവിന് തന്നെയായിരിക്കും നാണക്കേട് ഉണ്ടാകാൻ പോകുന്നത്. അത് ഇവർക്ക് നല്ല രീതിയിൽ അറിയാം. പിന്നെ ഇവരുടെ ഷോയുടെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഈ ഒരു വിഷയം നൈസായിട്ട് ഒതുക്കി തീർത്തത്. എന്തായാലും ഈ അവസാനം ലാലേട്ടൻ ഇതിന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, അതാണ് അതിലും വലിയൊരു കോമഡി. അത് മാത്രം കോണ്ടന്റ് ആക്കാൻ നോക്കുക. അങ്ങനെയല്ല കേക്ക്. അതുകൊണ്ട് ആ ഒരു കാർഡ് ഉണ്ടല്ലോ, ആ ഇങ്ങനെ ഇതിലൊരു കോണ്ടന്റ് ഉണ്ടാക്കുന്ന കാർഡ് ഞാൻ വലിച്ചു കയറുക. അതിലാരും കളിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ അതിവിടെ എടുക്കത്തില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കോണ്ടന്റ് ഉണ്ടാക്കരുത്, ആ കാർഡുകൾ ഞാൻ വലിച്ചു കീറും എന്നാണ് ലാലേട്ടൻ പറയണത്. ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ വിഷയത്തിൽ എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു വിഷയം ചർച്ച പോലും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, അല്ലേ? അവസാനം അനുമോള് പറഞ്ഞത് സത്യം എന്നുള്ള രീതിയിലോട്ടല്ലേ വന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഷോയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇവരെല്ലാം പറയുന്നത് സത്യമാണ് എന്ന്. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു രീതിയിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇനി ഈ ഒരു വിഷയങ്ങൾ, അതായത് എന്നെ അവർ കയറി പിടിച്ചു, എന്നെ ഇവരെ കയറി പിടിച്ചു എന്നും പറഞ്ഞിട്ട് ഇനി ഒരിക്കലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഒരു പോകാൻ പറ്റത്തില്ല. കഴിവതും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ നമ്മൾ ചെന്നിട്ട് ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കണം. അഥവാ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഷോയിൽ കംപ്ലൈൻറ്റ് ചെയ്യുക. അതതിനകത്ത് മാർഗ്ഗമുള്ളൂ. അല്ലാതെ വേറെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരു രക്ഷയില്ല. ഇനി ഇന്നലെ ലൈവിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഒണിയിലും അഭിശ്രീക്കും ഒക്കെ നല്ല രീതിയിൽ സംശയമുണ്ട്. അതായത് നെവിൻ ഈ ഒരു ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുൻപേ ആണോ ഈ ഒരു സംഭവമൊക്കെ നടന്നിരിക്കുന്നത്, അതായത് ഷാനവാസുമായിട്ടുള്ള ഈ ഒരു ഇഷ്യൂ ഒക്കെ നടന്നിരിക്കുന്നത്, അതോ ഈ നെവിൻ അകത്ത് കയറിയതിന് ശേഷം, അതായത് തിരിച്ച് വീട്ടിനകത്ത് കയറിയതിന് ശേഷമാണോ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്നതെന്ന് അവർക്ക് നല്ല രീതിയിലുള്ള സംശയമുണ്ട്. അങ്ങനെ അവരിതിനെ പറ്റിയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് ഇന്നലെ സംസാരിക്കുന്നുണ്ട്. ഷാനവാസ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. സ്പോട്ടിൽ പ്രതികരിക്കാതെ ഇത്രയും ദിവസത്തിന് ശേഷം അതായത് സ്പോട്ടിൽ പ്രതികരിക്കാതെ നിങ്ങൾ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് എന്തിനു പ്രതികരിച്ചു എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം ഷാനവാസിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി കാണിച്ചത് ആദിലയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അനാവശ്യമായിട്ട് ഷാനവാസിനെ വെറുതെ മോട്ടിവേറ്റ് ചെയ്ത് ഈ ഒരു വിഷയം പറയണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞത് ആദിലയാണ്. ഇപ്പം ആദില ഒന്നും അറിയാതെ നല്ല പിള്ള ചമഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ ആദിലയുടെ ഈ ഒരു ഫേക്ക് ഫേസ് ആണ് ഇവിടെ വലിച്ചു കീറി കൊടുക്കേണ്ടത്. എന്തായാലും ഇതിന് വളരെ വ്യക്തമായിട്ട് ഷാനവാസ് അതിന് മറുപടി കൊടുക്കുന്നുമുണ്ട്. അവൻ തിരിച്ചു വന്നതിന് ശേഷം എന്റെ കൂടെ കിടന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം ഓക്കെ, ഇതിനകത്ത് ഷാനവാസ് പറയുന്നുണ്ട്, ഈ അവൻ തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ കൂടെ ഒരുമിച്ച് കിടന്നിട്ടില്ല, പക്ഷെ തിരിച്ച് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊക്കെയുള്ള ഒരു അനുഭവം ഉണ്ടായെന്നാണ് പറയണത്. ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കുറച്ച് ക്ലിപ്പിംഗ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നെവിൻ്റെ ആ ഒരു പെരുമാറ്റ രീതിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഒരു ഡൗട്ട് തോന്നും. അത് മാത്രമല്ല, നമുക്കിപ്പം കാണുന്നവർക്ക് ഡൗട്ട് തോന്നിയില്ലെങ്കിൽ പോലും
ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒട്ടും കംഫർട്ടബിൾ ആവത്തില്ല. കാര്യം നെവിൻ എവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാലും ഷാനവാസിന്റെ നെഞ്ചത്ത് കിടക്കാൻ നോക്കുന്നു, മടിയിൽ കയറി കിടക്കാൻ നോക്കുന്നു. അപ്പോൾ ഈ നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കണം. കാര്യം നിങ്ങളെ ഒരാൾ ഈ ഒരു രീതിയിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാനാണ് നോക്കേണ്ടത്. അതാണ് ശരിക്കും ഇവിടെ വേണ്ടത്. അവൻ പോയ ദിവസം നിങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ ഉപയോഗിച്ച വാക്ക് കോമ്പോന്നും കണ്ടന്റ് ഇതൊക്കെയാണ്. ഇവരുടെയൊക്കെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ഈ ഒരു ഷോയ്ക്കകത്ത് നിന്ന് ഇറങ്ങിപ്പോയൊരു ദിവസം ഉണ്ടല്ലോ, ആ സമയത്ത് പോലും ഷാനവാസ് വന്നിരുന്ന് പറഞ്ഞത് ഇവൻ കോംബോ കളിക്കുന്നു അതാ ഇതാന്നൊക്കെയുള്ള രീതിയിലാണ്. അല്ലാതെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഈ പറഞ്ഞ നെവിനിൽ നിന്ന് ഷാനവാസിന് നേരിട്ടിട്ടുണ്ടെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു എന്നാണ് പറയണത്. ഒരു പക്ഷേ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ഒരു വിഷയം പരിഹരിച്ചേ എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. എനിക്ക് വളരെ മോശം അനുഭവത്തിന് തക്കതായുള്ള ഒരു അനുഭവം അവൻ ഇറങ്ങിപ്പോകുന്നത് വരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തൊരു തീരുമാനം ഉണ്ടല്ലോ, അത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ ഇപ്പോൾ ഈ ഒരു സീസൺ മാത്രമല്ല, ഇനി അങ്ങോട്ട് എല്ലാ സീസണുകളിൽ പോലും ഇത്തരത്തിലൊക്കെ ഓരോ പ്രശ്നങ്ങളായിട്ട് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അഥവാ വരുവാണെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ. അല്ലാതെ ചുമ്മാതെ വന്നിരുന്ന് ആരെങ്കിലും എഗെയിൻസ്റ്റായിട്ട് ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവിടെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഈ നെവിൻ്റെ ഈ ഒരു കേസ് തന്നെ വേണമെങ്കിൽ ബിഗ് ബോസിന് ഓരോ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് കാണിക്കായിരുന്നു. പക്ഷേ അവർ നൈസായിട്ട് ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്തതാണ്. കാര്യം അവരതെടുത്ത് വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ ആയിരിക്കും ഇവിടെ നശിക്കുന്നത്, അല്ലേ? സോ അതുകൊണ്ട് അവർ ഈ ഒരു വിഷയം നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് തീർത്തത് തന്നെയാണ് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത്. കാര്യം ഇനി വീണ്ടും അനാവശ്യമായിട്ട് ഇതും പറഞ്ഞിട്ട് വെറുതെ ഇതിനെ പറ്റിയിട്ടൊരു ചർച്ച ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഷാനവാസിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട്, പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം നല്ലോണം കണ്ടന്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ട് വേണ്ട ഷാനവാസൻ അവിടെ കോണ്ടന്റ് ഉണ്ടാക്കാനായിട്ട്. സോ അതുകൊണ്ട് കഴിവതും ഇനി ഈ ഒരു വിഷയത്തെ പറ്റിയൊന്നും സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. എന്റെ ദേഹത്ത് തോന്നുന്നതും ഇറിറ്റേഷൻ ആയുള്ള സംഭവങ്ങളും എനിക്ക് ഇഷ്ടമല്ലാതെ പറയുന്ന ഈ സംഭവങ്ങളും മാത്രമേ എനിക്ക് അതുവരെ നടന്നിട്ടുള്ളൂ. അപ്പോൾ അതുവരെ അതിന്റെ ആ കൂട്ടത്തിൽ നമ്മളെ ഡാൻസ് ഇവിടെ ഷാനവാസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുമായിരുന്നു. ഈ പറയുന്ന ഈ ഒരു വിഷയം എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ തിരിച്ച് നല്ല രീതിയിൽ മറുപടി പറയണമെന്ന്. പക്ഷേ ഈ ഒരു വിഷയം അവർ നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് ഈ ഒരു വിഷയം ക്ലോസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ അനാവശ്യമായിട്ട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നാണം കിടത്തേ ഉള്ളൂ. കാര്യം ഞാൻ ഷാനവാസ് എന്ന് പറയുന്നൊരു വ്യക്തിയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അനുമോളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാര്യം ഇവരുടെയൊക്കെ ഗെയിം കണ്ടിട്ട് എനിക്ക് ഇഷ്ടമാണ്, അതിൻ്റെ പേരിലാണ്. അല്ലാതെ ഇവരുടെ PR ഏറ്റെടുത്തിട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല. അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാൾക്കാർ ഇവരൊക്കെയാണ്. അനീഷ് നല്ലോണം ഗെയിം കളിക്കുന്നുണ്ട്, ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഇനി നല്ല നല്ല കണ്ടന്റുകൾ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഈ ഒരു ഷോയ്ക്കകത്ത് വേണ്ടത്. പിന്നെ ഇന്ന് എപ്പിസോഡിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കാര്യം ഈ ഒരു വിഷയം എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് കോമഡിപരമായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ പ്ലാച്ചിയെ തിരിച്ചു കൊണ്ടുവന്നു. പ്ലാച്ചിയെ കൊണ്ടുവന്ന സമയത്ത് ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്ലാച്ചിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പം അനുമോള് പറയുന്നുണ്ടായിരുന്നു ഷിയാസൊക്കെ എടുത്ത് വെളിയിൽ കളഞ്ഞെന്ന്. അന്നേരം ലാലേട്ടൻ അനുമോളുടെ അടുത്ത് ചോദിക്കുന്നു, ഈ പറയുന്ന പുറത്തുനിന്ന് വന്ന ഗസ്റ്റുകൾക്ക് അതെടുത്ത് എറിയാനുള്ള അവകാശം എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് ചോദിച്ചുകൂടെ, നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ച് പ്രതികരിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മളെല്ലാവരും വീഡിയോ ചെയ്യാൻ നേരത്ത് പറഞ്ഞത്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ആ ഒരു പാവ എടുത്ത് കളയാനുള്ള യാതൊരുവിധ അവകാശവും ഇല്ല. അവിടെ നിൽക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കണമായിരുന്നു എന്നാണ് ഞാൻ ഉൾപ്പെടെ, ഇപ്പോൾ അഖിൽമാരുൾപ്പെടെ എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഈ പുറത്തുനിന്നൊക്കെ എഴുന്നള്ളുന്ന ആൾക്കാർ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ഷോയ്ക്കകത്തോട്ട് കയറാൻ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഈ ആദിലെടുത്ത് ഒരക്ഷരം പോലും ലാലേട്ടൻ ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ചോദിക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കാത്തതെന്ന് ഉദ്ദേശിച്ചത് ഈ അനീഷിനെ മണ്ടാന്നൊക്കെ വിളിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇതൊന്നും പുള്ളിക്കാരനെ എടുത്ത് വെച്ച് സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്ന് ഇപ്പോഴും എനിക്ക് പിടികിട്ടുന്നില്ല. ഈ അടുത്ത് ഈ ആദില എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി എന്തൊക്കെയാണ് അതിനകത്ത് കിടന്ന് കാണിക്കുന്നത്. അത് മാത്രമല്ല പാതിരാത്രി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുൽസിത വർത്തമാനങ്ങൾ പറയുക. അപ്പം ഇതൊന്നും നിങ്ങളുടെ ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കത്തില്ലേ? എന്തൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം. അത് നിങ്ങൾ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തിരിക്കുവാണ്. ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ലൈവായിട്ട് പുറത്ത് വിടരുത്. അപ്പം ഈ ആദിലയുടെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ മണ്ടാന്ന് വിളിക്കുക, പിന്നെ അവനെ സൂക്ഷിച്ചോണം, അവൻ വേണമെങ്കിൽ അടുത്ത് വന്നിരുന്ന് ഗ്യാസ് വിടുമെന്ന് പറയുക. ഇത്തരത്തിലൊക്കെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ സംസാരിച്ച് ഈ വ്യക്തിയെടുത്ത് എന്തുകൊണ്ട് ലാലേട്ടൻ ഒന്നും സംസാരിച്ചില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ വെറും ഒരു നനഞ്ഞൊരു എപ്പിസോഡുടെ അത്രയേ ഉള്ളൂ. കാര്യം ഈ എപ്പിസോഡിനകത്ത് ഒന്നുമില്ല. സാധാരണ ഈ അടുത്ത് ബിഗ് ബോസിൻ്റെയൊക്കെ എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാൽ എത്ര കിടിലമായിരുന്നു. ഓരോ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് വെച്ച് പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എപ്പിസോഡിനകത്ത് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം പറയാമല്ലോ. ഇനി നാളെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലായി. എന്തായാലും ആര്യനും റെനയും പുറത്തായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പം പുറത്താവേണ്ടവരല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം സാബുമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ പുള്ളി ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഒരു റിയൽ ക്യാരക്ടറാണ് അതിനകത്ത് കാണിക്കുന്നത്. പുള്ളി വെറും പാവമാണ്.
പക്ഷേ അതല്ല ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് വേണ്ടത്. അവിടെ നിൽക്കാൻ ഡിസേർവിംഗ് അല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നിൽപ്പുണ്ട്. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.